ശബരിമല തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെടുത്തി മാർഗദർശക മണ്ഡലം, അതായത് സന്യാസിമാരുടെയും ആചാര്യന്മാരുടെയും ഒരു കൂട്ടായ്മയാണത്. അതൊരു സമിതിയാണ്. അവർക്കൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി സംവിധാനമൊക്കെ ഉണ്ട്. കൊളത്തൂർ അദ്വൈതാശ്രമത്തിലെ സ്വാമി ചിദാനന്ദപുരിയാണ്, സ്വാമിജിയാണ് അതിൻ്റെ മുഖ്യ കാര്യദർശിയായിരിക്കുന്നത്. പിന്നെ ഒത്തിരി മാതാമൃതാനന്ദ മഠം, ശ്രീരാമകൃഷ്ണാശ്രമം തുടങ്ങി കേരളത്തിലെയും രാജ്യത്തെയും സൗത്ത് ഇന്ത്യയിലുമൊക്കെ തെക്കേ ഇന്ത്യയിലൊക്കെ വളരെ പ്രമുഖരായിട്ടുള്ള ആചാര്യന്മാരും സന്യാസി ശ്രേഷ്ഠന്മാരും സ്വാമിജിമാരും ഒക്കെ അടങ്ങുന്ന വലിയ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആദരിക്കേണ്ട ഒരു സമൂഹമാണ്, ഒരു വിഭാഗമാണവർ. അവരെ പൂജനീയരാണവർ, അല്ലാതെ വെറും സാധാരണ ആളുകളല്ല. കാരണം ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും അവർ ആ നിലയിലേക്കൊക്കെ വളർന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ആശങ്ക പുറത്ത് വന്നിട്ടുണ്ട്. അത് ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട്. പക്ഷേ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സ്വാമിജി പറയുന്നുണ്ട്, തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ചില പരിപാടികൾ അത് കോപ്രായമായി തോന്നുന്നു. അതായത് SIT തന്ത്രിയെ അറസ്റ്റ് ചെയ്തതും തന്ത്രിയുടെ റിമാൻഡ് റിപ്പോർട്ടും മറ്റു കാര്യങ്ങളുമൊക്കെ വളരെ ചോദ്യം ചെയ്തതുമൊക്കെ വളരെ പരസ്യമാക്കി കൊണ്ടുപോയി. അതേസമയം കടകംപള്ളി സുരേന്ദ്രനെ അല്ലെങ്കിൽ മറ്റ് മുൻ മന്ത്രിമാരെയൊക്കെ ചോദ്യം ചെയ്ത് രഹസ്യമാക്കി വച്ചു എന്നുള്ളതാണ്. അതിനകത്തുള്ളൊരു കൊച്ചു ക്ലാരിഫിക്കേഷൻ, നമ്മൾ ആർക്കും ക്ലാരിഫിക്കേഷൻ പറയാനല്ല. ആദ്യത്തെ തന്ത്രി ആദ്യ റൗണ്ട് ചോദ്യം ചെയ്തപ്പോൾ ഇതുപോലെ വലിയ ബഹളമൊന്നുമില്ലായിരുന്നു. തന്ത്രി പോയി ഒരു മൊഴി കൊടുത്തു. ആ മൊഴി തന്ത്രിയും പുറത്ത് പറഞ്ഞില്ല, SIT-കാരും പുറത്ത് പറഞ്ഞില്ല. അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നത്. അതിപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്താലും ഇതുപോലെ കാര്യങ്ങൾ പുറത്ത് വന്നല്ലേ കഴിയൂ. അറസ്റ്റ് ചെയ്യുമ്പോൾ റിമാൻഡാവും, റിമാൻഡ് റിപ്പോർട്ടാവും, കോടതിയിൽ പേപ്പറുകളാവും. അത് തീർച്ചയായിട്ടും പലതും പുറത്ത് വന്നേ കഴിയൂ. അപ്പോൾ അതൊരു വിഷയം. രണ്ടാമത്, എന്തുകൊണ്ട് രണ്ടാം തവണ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അത് വളരെ കൃത്യമാണ്. അതുപോലെ തന്നെ പ്രശാന്തിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല, വാസവനെ, അങ്ങനെ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ടവരെ എന്തുകൊണ്ട് ആ ഒരു വേവ് ലെങ്തിൽ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള സ്വാമിജിമാരുടെയും ആശങ്ക വളരെ അർത്ഥവത്താണ്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതുപോലെ കോടതി പല പ്രാവശ്യം കോടതിയെ SIT-യെ കോടതി കുടഞ്ഞു. അതും ശരിയാണ്. അപ്പോൾ SIT അങ്ങനെ ഒരു നിഷ്കാമകർമ്മി അല്ല. അത് വെറും വെള്ളം നമ്മളെന്താണ് തൊണ്ട തൊടാതെ ഗുളിക കഴിക്കണം അല്ലെ വെള്ളം കുടിക്കരുതെന്ന് പറയുന്ന രീതിയിൽ അങ്ങോട്ട് നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിലല്ല പല പ്രവർത്തികളും. ചിലപ്പോൾ അവർ ശുദ്ധരായിരിക്കും, അവർക്ക് ഘട്ടം കാണും, പലതോ. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ അത് പറയാനാണ് ശരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഹിന്ദു സമാജത്തിന് വേണ്ടി വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലായാലും കേസ് കൊടുക്കുന്ന കാര്യത്തിലായാലും സ്വന്തം പൈസ എടുത്ത് വലിയ ഒരു വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. അതുപോലെ തന്നെ രാഹുൽ ഈശ്വറിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ നോക്കാം, മറ്റു കാര്യങ്ങൾ നിൽക്കട്ടെ. രാഹുൽ ഈശ്വർ, അതുപോലെ തന്നെ TP സെൻകുമാർ, പിന്നെ തുടങ്ങി നിരവധി ആളുകൾ, പിന്നെ അതുപോലെ തന്നെ ഗുരുമൂർത്തി, നിരവധി ആളുകൾ ഈ തന്ത്രിയുടെ പ്രവൃത്തിയുമായി ഡോക്ടർ KS രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ തന്ത്രിയുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിൽ കൃഷ്ണരാജിൻ്റെയും രാഹുൽ ഈശ്വറിൻ്റെയും 2 ഫേസ്ബുക്ക് പോസ്റ്റ് കാണാൻ ഞാനിടയായി. അതിൽ അവർ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളോടുള്ള ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഞാൻ ഒരിക്കലും അവരോട് എതിർത്ത് സംവാദത്തിൽ ഇപ്പോൾ ആളില്ലല്ലോ, അടുത്ത് മുഖാമുഖം ഇല്ലാത്ത സ്ഥിതിക്ക് സംവാദം നടത്താൻ പറ്റില്ല, ഓൺ സൈഡല്ലേ. അപ്പോൾ അതിൻ്റെ അവസരം കിട്ടുന്നത് വരെ ഇങ്ങനെ പോട്ടെ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ചില സംശയങ്ങളുണ്ട്. ഒന്ന്, ശബരിമല തന്ത്രി എന്ന് പറയുന്നത് കാരായ്മ ഊരായ്മ എന്നൊക്കെ പറയുന്ന ഒത്തിരി ഈ പഴയ തലമുറ പ്രകാരം കിട്ടുന്നതാണ്. പക്ഷേ അത് ശബരിമലയിൽ താഴ്മൺ കുടുംബത്തിന് എൻ്റെ അവകാശത്തോടു കൂടി തന്നെ ആശീർവാദത്തോടു കൂടി തന്നെ പുതിയ ആളുകൾക്ക് കൊടുക്കണമെങ്കിലും കൊടുക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ശബരിമലയിൽ നേരത്തെ തന്നെ താഴ്മൺ ഇല്ലത്തിന് പുറമെ മറ്റില്ലങ്ങളിലെ അത് പുതുമന ഇല്ലം അമ്പലപ്പുഴ ആയാലും കിഴക്കാട്ടൂർ മറ്റേ ഇല്ലമായാലും അക്കമൻ കാളീധരൻ ഭട്ടതിരിപ്പാടിൻ്റെ കാളീധരൻ ഭട്ടതിരിപ്പാടല്ലേ, അക്കമൻ കാളീധരൻ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിൽ, അതായത് യോഗക്ഷേമയുടെ സംസ്ഥാന നേതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇല്ലമായാലും അങ്ങനെ ഒരുപാട് ഇല്ലങ്ങളുടെ കഥ പറയുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യസ്ഥിതി എന്താണ്? രണ്ടാമത്തെ വിഷയം അനുജ്ഞ കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അയ്യപ്പൻ അനുജ്ഞ കൊടുത്തോ എന്ന് എങ്ങനെ ദേവസ്വം ബോർഡ് അറിയും എന്നാണ്. അയ്യപ്പനോട് ചോദിച്ചോ എന്നാണ് രാഹുൽ ഈശ്വറിൻ്റെ സംശയം. മിസ്റ്റർ രാഹുൽ ഈശ്വർ, നിങ്ങൾ ബേസിക്കായിട്ട് താന്ത്രിക വിദ്യകൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും താങ്കൾ ഒരു ബ്രാഹ്മണനാണ്, താങ്കൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, താങ്കൾ കാര്യങ്ങൾ നന്നായി അനലൈസ് ചെയ്യുന്ന ആളാണ്, താങ്കൾ ഒരു ജേർണലിസ്റ്റായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നു. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അയ്യപ്പനും അനുജ്ഞ ചോദിക്കുന്നത് അയ്യപ്പനോട് തന്ത്രി തന്നെയാണ്. പക്ഷെ ചോദിച്ച അനുജ്ഞയുടെ ഭാഗമായി കലശ പൂജ നടത്തണം എന്നാണ് രാജഗോപാലൻ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. അങ്ങനെ കലശ പൂജ നടത്തിയിട്ടുണ്ടെങ്കിൽ
₹1 ദേവസ്വം ബോർഡിൽ നിന്ന് മുടക്കേണ്ടി വരും. അങ്ങനെ മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കണക്കും റെസിപ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അനുജ്ഞ നടത്തിയോ? ഒന്നാമത്തെ ചോദ്യം. നടത്തിയില്ല എന്ന് തന്ത്രി പറഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നു. അല്ലെ നടത്തിയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് ഡോക്യുമെൻ്റാക്കി ലെറ്റർ ഹെഡിൽ എഴുതി കൊടുക്കണം. ആർക്ക് കൊടുക്കണം? ദേവസ്വം ബോർഡിന് കൊടുക്കണം. അതിൻ്റെ കലശപൂജ നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പണച്ചെലവും മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിൽ അതിൻ്റെ ഫയലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അനുജ്ഞ ചോദിക്കുന്ന ആൾ തീർച്ചയായിട്ടും തന്ത്രി തന്നെയാണ്. പക്ഷേ ആ പ്രോസസ്സിൽ ദേവസ്വം ബോർഡും അറിയാൻ സാധ്യതയുണ്ട്. ഇങ്ങനൊരു വിഷയമുണ്ട്, കട്ടളപ്പാളിയും വാതിൽപ്പാളിയൊക്കെ എടുത്തുകൊണ്ട് പോയി നന്നാക്കണം, അവിടെ എലി കയറിയിരിക്കുന്നു എന്ന് പണ്ടൊരു റിപ്പോർട്ട് കൊടുത്തു, ഒരു കത്ത് തന്ത്രി കൊടുത്തു. അപ്പോൾ എലി കയറിയതിനെ കറക്റ്റായിട്ട് അടയ്ക്കണം, അവിടെ ചെവരെല്ലാം ക്ലിയർ ചെയ്യണം. അങ്ങനെ ക്ലിയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അനുജ്ഞ ആവശ്യമുണ്ട്. അനുജ്ഞ എടുത്ത് തരാമോ എന്ന് ദേവസ്വം ബോർഡുകാർ ആവശ്യപ്പെടുമ്പോൾ തന്ത്രി അനുജ്ഞ എടുക്കുകയും അല്ലെങ്കിൽ അനുവാദം എടുക്കുകയും അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി കൊടുക്കുകയും ആ പേപ്പർ കൂടി ഫയലിൽ ഇട്ടാലല്ലേ സർക്കാർ സംവിധാനത്തിൽ ഫയൽ പ്രോസസ്സ് പൂർത്തിയാവുകയുള്ളൂ. അങ്ങനെ കൊടുക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ വിഷയം. അത് പിന്നെ ഇതിൻ്റെ കലശപൂജയുടെ വിഷയം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ വിഷയം. മൂന്നാമത് പറയുന്നൊരു വിഷയം, ഒരു മഹസറിൻ്റെ കഥ പറയുന്നുണ്ട്. അതായത് സ്വർണം പൂശിയിട്ടുള്ള 1998-99 കാലത്തിൽ വിജയ് മല്യയുടെ അവിടെ കൊടുത്ത 40 കിലോ സ്വർണ്ണം ഉപയോഗിച്ചുള്ള സ്വർണം പൂശിയിട്ടുള്ള ചെമ്പ് പാളികളിൽ സ്വർണം പൂശിയിട്ടുള്ള, വെറുതെ പൂശലല്ല, നന്നായി മോൾഡ് ചെയ്തിട്ടുണ്ട്, വെറുതെ പെയിൻ്റ് അടിക്കുമ്പോൾ പൂശിയതല്ല, നന്നായി മോൾഡ് ചെയ്തിട്ടുള്ള സ്വർണം 10-25 വർഷം കൊണ്ട് ഈ ചീത്തയാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതവിടെ നിൽക്കട്ടെ. പ്രത്യേകിച്ച് അത് മഴ നനയാത്ത, വെയിൽ കൂടുതൽ ഏൽക്കാത്ത, സൂര്യപ്രകാശം ഏൽക്കാത്ത അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ അകത്താണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രീകോവിലാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെ ചീത്തയാകാൻ സാധ്യതയില്ല. മഴയൊന്നും നനയുന്നതല്ലല്ലോ. പോട്ടെ, ഇനി അങ്ങനെയല്ല, അത് ചീത്തയായിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കൊടുക്കും. അതിന് ചെമ്പ് എന്ന് എഴുതി കൈകൊണ്ട്, അതായത് പത്മകുമാർ കൈകൊണ്ട് ചെമ്പെന്ന് എഴുതി കറങ്ങിയ ഫയല്, ആ കറങ്ങിയ ഫയലിൽ ആ മഹസറിൽ തന്ത്രി ഒപ്പുവച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി പുറത്ത് കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ ക്ലാരിറ്റി രാഹുൽ ഈശ്വറും കൃഷ്ണരാജും ഒക്കെ പറയേണ്ടതുണ്ട്. അല്ല, പറയേണ്ട മീൻസ് അറിയേണ്ടത്, നിങ്ങൾക്കറിയാമെങ്കിൽ പറയുക. പറയേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളല്ലല്ലോ സൊസൈറ്റി, അറിയാമെങ്കിൽ പറയുക. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയുമായും അദ്ദേഹവും ഈ തന്ത്രിയുമായിട്ടുള്ള ബന്ധം, പ്രത്യേകിച്ച് ടെലിഫോൺ വഴിയുള്ള ബന്ധം, നേരിട്ടുള്ള ബന്ധം, ഫോട്ടോകൾ വഴിയുള്ള ബന്ധം, വീഡിയോകൾ വഴിയുള്ള ബന്ധം, ഈ ബന്ധത്തിന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ഈ ബന്ധവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ അനുജ്ഞ കൊടുത്താൽ അതിന് രേഖ വേണം. അനുജ്ഞ അയ്യപ്പനോട് ചോദിച്ചിട്ടല്ല അനുജ്ഞ കൊടുത്തോ ഇല്ലേ എന്ന് ദേവസ്വം ബോർഡ് മനസ്സിലാക്കുന്നത്. അനുജ്ഞ കൊടുത്തുവെന്ന്, അല്ല അനുജ്ഞ എടുത്തുവെന്നും അനുജ്ഞ പിന്നെ പോയി നിവർത്തിച്ചുവെന്നും, പിന്നെ അത് കഴിഞ്ഞ് പ്രോസസ്സ് പൂർത്തിയാകുമ്പോൾ വീണ്ടും പൂജകളും കലശപൂജയും പൂജകളൊക്കെ ചെയ്യണം. ആ പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുജ്ഞ നിവർത്തിച്ചു എന്നുള്ള, അതായത് തിരിച്ചു വച്ചു കഴിഞ്ഞു, അനുവാദം തന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞു എന്നുള്ള സങ്കല്പം അനുജ്ഞ നിവർത്തിക്കണം. അതും റെക്കോർഡാക്കണം. ഇതെല്ലാം ഫയലുകളിൽ വരേണ്ട ഡോക്യുമെൻ്റാണ്. ഈ ഡോക്യുമെൻറ്റുകളൊക്കെ തന്ത്രി ചെയ്തിട്ടുണ്ടോ? പിന്നെ വാജി വാഹനത്തെ സംബന്ധിച്ച് ഒരു വലിയ വിവാദം ഇപ്പോൾ ഈ ചാനലുകളിലൊക്കെ പറയുന്നെങ്കിലും, വാജി വാഹനം പണ്ട് കാലം മുതൽ ഈ തന്ത്രിമാർ വീട്ടിൽ കൊണ്ടുപോകാം, ചിലർ കൊണ്ടുപോകും, ചിലർ കൊണ്ടുപോകില്ല, പോകാം എന്നൊരു കാഴ്ചപ്പാട് കിടപ്പുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് താന്ത്രിക സമൂഹമാണ് പറയേണ്ടത്. പക്ഷെ കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. അങ്ങനെ പോകാമെങ്കിൽ സ്വാഭാവികമായിട്ട് രാജീവ് കൊണ്ടുപോയി വിവാദമായപ്പോൾ തിരിച്ചു കൊടുക്കാം, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ പക്ഷേ തിരിച്ചു കൊടുത്തില്ല. അയാൾ കൊണ്ടുപോയെന്ന് സമ്മതിക്കുകയും അദ്ദേഹം കൊണ്ടുപോയ സമയത്ത് പിന്നെ തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോഴാണ് അവിടെ നിന്ന് കണ്ടെടുത്തു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയായിരുന്നു. എന്തായാലും ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മിസ്റ്റർ കൃഷ്ണരാജായാലും അഡ്വക്കേറ്റ് കൃഷ്ണരാജായാലും രാഹുൽ ഈശ്വറായാലും ആരായാലും കാരായ്മ, അതായത് താന്ത്രിക കുടുംബത്തിന്, താഴ്മണില്ലത്തിന് കാരായ്മ ഉണ്ടെങ്കിൽ പോലും ഈ അവിടുത്തെ കുടുംബത്തിലെ കണ്ഠരര് മോഹനരാവട്ടെ, ഈ കണ്ഠരര് രാജീവാകട്ടെ, അല്ലെങ്കിൽ ആരും ആകട്ടെ, ഈ ഇത്തരം ട്രാപ്പുകളിലും കാര്യങ്ങളിലൊക്കെ, ട്രാപ്പാണെങ്കിൽ ട്രാപ്പിൽ ചെന്ന് വീഴുന്ന ആളുകളും ഇതുപോലെ വേദമന്ത്രങ്ങളും അതുപോലെ മന്ത്രോച്ചാരണങ്ങളും ഗായത്രി മന്ത്രവും ഉപനയനവും എല്ലാം നടത്തിയിട്ടുള്ള, പഠിച്ചിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള വളരെ സാത്വികരായ ആളുകളെ വേണം ശബരിമലയിൽ വേണ്ടത്. അവിടെ ഇരിക്കുന്നവർക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ശബരിമലയിൽ ആചാരലംഘനം നടന്നപ്പോൾ സ്ത്രീകൾക്കറിയപ്പോൾ ഞാൻ നടയടയ്ക്കും എന്ന് പറയാനുള്ള ഒരു ധാർമ്മികത, ഒരു ധൈര്യം കാണിച്ച കണ്ഠരര് രാജീവാണ്. ഇപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെയാണ് ദേവസ്വം ബോർഡ് എടുത്തുകൊണ്ട് പോയി, ചോദിച്ചിട്ടേ ഇല്ലെന്ന് വിചാരിക്കുക. എന്തായാലും കട്ടളപ്പടി ഇളക്കുമ്പോൾ അറിയുമല്ലോ, അതങ്ങനെ രഹസ്യമായി എടുത്തുകൊണ്ട് പറ്റുന്നത്. ഇളക്കുമ്പോൾ എന്തുകൊണ്ട് എന്നോട് ചോദിച്ചില്ല, അല്ലെങ്കിൽ അനുജ്ഞ വാങ്ങിയാൻ നിങ്ങൾ അവസരം തന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ആ വിവരം കടലാസിൽ എഴുതിയോ അല്ലെങ്കിൽ റെക്കോർഡായി, വോയിസ് ആയിട്ടോ റെക്കോർഡായി ദേവസ്വം വിജിലൻസ് കമ്മീഷണർക്കോ ദേവസ്വത്തിൻ്റെ ഹൈക്കോടതി ബെഞ്ചിനോ ഒന്നും എന്തുകൊണ്ട്, അല്ലെങ്കിൽ പൊതുസമൂഹത്തെയോ എന്തുകൊണ്ട് രാജീവ് അറിയിച്ചില്ല? ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമുണ്ട് രാജീവിന്. അപ്പോൾ ആ ഒരു വശത്ത് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്.
പിന്നെ പടിത്തരം വാങ്ങുന്നത് കൊണ്ട് അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിലാണ് അവർ കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ ദേവസ്വം ബോർഡ് പറയുന്നു. അപ്പോൾ ദേവസ്വം ബോർഡും തന്ത്രിയും കൂടെ അറിയാതെ അവിടുത്തെ കാര്യങ്ങൾ നടക്കുമോ? അങ്ങനെ നടക്കുമ്പോൾ തന്ത്രിയുടെ ഭാഗത്ത് തന്ത്രിക്ക് പോറ്റി പരമ്പരയിൽപ്പെട്ട ഒരു സുബ്രഹ്മണ്യം പോറ്റി അവിടെ വരികയും അദ്ദേഹത്തിന് ഇത്രയും വലിയ ശീലങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവുകയും ആ തന്ത്രിയോട് പറയാതെ പോറ്റി ഇതെടുത്തുകൊണ്ട് പോകും ഉണ്ണീഷൻ പോറ്റി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പാലിക്കേണ്ട ചിട്ടകളും ആചാരങ്ങളും നിയമപരവും ധാർമ്മികവുമായ എല്ലാം കണ്ഠര് രാജീവ് പാലിച്ചിട്ടുണ്ടോ? അതാണ് അവിടെ നിൽക്കുന്ന ചോദ്യം. അടുത്ത ചോദ്യമാണ്, ഇത് തന്ത്രിയിൽ ഒതുക്കി ഇതിനെ കറക്കി അടിക്കുന്നത് ശരിയാണോ? അത് ശരിയല്ല. ശ്രീജിത്ത് പണിക്കരൊക്കെ പറയുന്ന പോലെ, ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്ന പോലെ പിന്നെ കെ പി ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യണ്ടേ? തീർച്ചയായും അറസ്റ്റ് ചെയ്യണം. മന്ത്രിയെ അറസ്റ്റ് ചെയ്യണം, മന്ത്രിയെ ചോദ്യം ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മാർഗദർശക മണ്ഡലം സ്വാമിജി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് ഞങ്ങൾ വളരെ ആദ്യം, ഒരുപക്ഷെ കേരളത്തിൽ ഈ ലോകത്ത് ആദ്യമായി ഒരു ചെറിയ ചാനലാണെങ്കിലും, ഞങ്ങൾ ചെറിയ സംവിധാനമാണെങ്കിലും ആദ്യമായി സുഭാഷിതത്തിലൂടെയും ഒരുപാട് വലിയ ഡിജിറ്റൽ ചാനലുകളുടെയും സാറ്റലൈറ്റ് ചാനലുകളുടെയും ഞാനാണ് പുറത്ത് പറഞ്ഞത്. ഇത് പിന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ, എൻ്റെ അത് കേട്ടിട്ടൊന്നുമല്ല, പക്ഷേ പിന്നെയാണ് രാജീവ് ഹൈറാർക്കി നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രോണോളജി നോക്കുമ്പോൾ പിന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ അടക്കം കോടതി പോയത്. ഇത് CBI അന്വേഷിക്കണം. ഇൻ്റർപോളിൻ്റെ സപ്പോർട്ടും ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ സ്വാമിജിമാരും ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ വളരെ വിശാലവും വിപുലവുമായ ഒരു അന്വേഷണം നടക്കട്ടെ. അതിലൂടെ തന്ത്രിയെങ്കിൽ തന്ത്രി, മന്ത്രിയെങ്കിൽ മന്ത്രി, ഏത് പക്ഷത്തുള്ളവരും അകത്താകണം. കാരണം ഇത് ഹൈന്ദവ സമാജത്തിൻ്റെ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ നിൽക്കുകയാണ്. ഇവിടെ പക്ഷം ചേർന്ന് പക്ഷം പിരിഞ്ഞ് യഥാർത്ഥ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാതെ പോകരുത്. എങ്കിൽ അതൊരു സമൂഹത്തോട് നമ്മളെല്ലാവരും കൂടി ചെയ്യുന്ന വലിയൊരു ദ്രോഹമായിരിക്കും.